CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വീഴ്ചകൾ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനങ്ങളിലെ ശരീരഭാഷ ശരിയായില്ല. വാർത്താസമ്മേളനങ്ങൾ വീണ്ടും കണ്ടു നോക്കണമെന്ന് മകൻ തന്നെ പറഞ്ഞു. കണ്ണാടിയിൽ പോയി നോക്കാനും മകൻ പറഞ്ഞു. കൂടുതൽ പക്വതയോടെ പെരുമാറുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ പിണറായിക്കും ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനമുയർന്നു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് അംഗങ്ങൾ പറഞ്ഞു. പിണറായി അല്ലാതെ ആരെയാക്കുമെന്ന് ഗോവിന്ദൻ തിരിച്ചു ചോദിച്ചു. വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ രാജ്, ഇത് തിരുവനന്തപുരം കമ്മിറ്റിയിലല്ല, മറ്റൊരു കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം എന്തെന്നാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ 100 പേർ പാർട്ടിക്കെതിരാവും, 100 വോട്ടുകൾ ചോർന്നു പോകും എന്നുള്ളത് അടക്കമുണ്ട്. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പുച്ഛഭാവം കലർന്ന ചില പ്രതികരണങ്ങളൊക്കെ വലിയ അസ്വീകാര്യമാണ് അണികൾക്കടക്കം. അപ്പോൾ നാട്ടുകാരുടെ കാര്യം പറയണോ എന്നുള്ളതായിരുന്നു മറ്റൊന്ന്. ഇതിനെയൊക്കെ അദ്ദേഹം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണല്ലോ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം ഇങ്ങനെ ഉണ്ടായി എന്നറിയുമ്പോൾ മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് അവിടെ ഉയർന്ന വിമർശനം, ഒപ്പം പിണറായിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ? ശ്യാമിലി, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്ന സമീപനം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പിണറായി വിജയനും എം വി ഗോവിന്ദനും എതിരായിട്ടുണ്ട്. അത് സമ്മതിക്കുന്ന ഒരു സമീപനം ഇതാദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, വാർത്താ സമ്മേളനങ്ങളിലെ ശൈലി ഉൾപ്പെടെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. അതിന് മറുപടി പറയുകയാണ്. അത്തരത്തിലൊരു വീഴ്ച ഉണ്ട് എന്നുള്ള തുറന്നു സമ്മതിക്കൽ എം വി ഗോവിന്ദൻ നടത്തിയത്. അത് വീട്ടിൽ നിന്ന് തന്നെ തനിക്ക് ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. മകൻ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയത് വീണ്ടും കാണണം എന്ന് പറഞ്ഞു. കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഇനി കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകും, കൂടുതൽ പക്വതയോടെ മാധ്യമങ്ങളോട് സംസാരിക്കും, വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളൊരു വിശദീകരണം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട്. രൂക്ഷമായിട്ടുള്ള വിമർശനം പിണറായി വിജയനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു. പരാജയ കാരണം പിണറായിയുടെ ധാർഷ്ട്യമാണ് എന്നുള്ള വിമർശനമാണ് ഉണ്ടായത്. ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. വീട്ടിൽ പോയി പറയൂ എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് എന്നുള്ള വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. സാധാരണക്കാർക്ക് ചെന്നെത്തിക്കയറാൻ പറ്റാത്ത ഓഫീസാണ് മുഖ്യമന്ത്രിയുടേത് എന്നുള്ളതായിരുന്നു വിമർശനം. അതോടൊപ്പം തന്നെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിണറായിക്ക് മാത്രം ഇളവ് നൽകിയതിനെയും അംഗങ്ങൾ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സംസ്ഥാന സമിതി അംഗങ്ങളെപ്പോലും മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയ ഘട്ടത്തിലാണ് പിണറായി വിജയന് മാത്രം ഇളവ് കൊടുത്തത് എന്ന് മാത്രമല്ല, പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. പിണറായി അല്ലാതെ മറ്റാരെയാക്കും എന്നാണ് എം വി ഗോവിന്ദൻ ഇതിന് തിരിച്ചു ചോദിച്ചത്. അങ്ങനെ വേറെ ഒരാളാക്കാൻ ഇല്ല എന്നുള്ള മറുപടിയാണ് എം വി ഗോവിന്ദൻ നടത്തിയത്. ഏതായാലും രൂക്ഷമായിട്ടുള്ള വിമർശനവും അതിന് ഒരു തുറന്നു സമ്മതിക്കലും ജില്ലാ കമ്മിറ്റിയിൽ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം. ശ്യാമിലി. ശരി, അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.